ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു അടിപൊളി സാമ്പാറാണ്. പരിപ്പൊന്നും ഉപയോഗിക്കാണ്ട് നല്ല കൊഴുപ്പുള്ള ഒരു അടിപൊളി സാമ്പാർ. അതിന് വേണ്ടിയിട്ട് ഒരു 3 തക്കാളിയും ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. 3 സവോളയും തക്കാളിയും ചെറുതാക്കി നുറുക്കി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. നമ്മൾ 3 വിസിലാണ് അടുപ്പിച്ചത്. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. വേവ് കുറവാണെങ്കിൽ നമ്മൾ ആ കയ്യിലുകൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 5 കൊച്ചുള്ളി വേണം. പിന്നെ ഒരു ചെറിയ സവോളയും കൂടി എടുത്ത് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പൊട്ടുകടല, മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടലയാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ച് ചൂടായ ശേഷം കൊച്ചുള്ളിയും സവോളയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളറ് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. കളറ് മാറി അത് ചെറുതായി ഒന്ന് വഴണ്ടി വന്നാൽ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ പൊട്ടുകടലയുടെ പച്ചമണമൊക്കെ മാറും. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. സാമ്പാറിൽ നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട് ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തേക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയൊക്കെ നോക്കുക. അതിലേക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ പുളി മതി സാമ്പാറിനെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പുളി വേറെ ചേർത്ത് കൊടുക്കണ്ട. പുളി ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പൊട്ടുകടലയും ഉള്ളിയും സവോളയും പൊടികളൊക്കെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പൊട്ടുകടല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയാവും സാമ്പാർ. അപ്പോൾ ആവശ്യത്തിന് വെള്ളത്തോടു കൂടി വേണം നമ്മളിത് വാങ്ങി വെക്കാനായിട്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പരിപ്പ് ഇല്ലയെന്ന് വെച്ചാൽ കൊഴുപ്പിനൊന്നും ഒരു കുറവില്ല. നല്ല അടിപൊളി ടേസ്റ്റിലൊരു സാമ്പാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.